ഹലോ ഗൈസ്, ഞാൻ ഇന്ന് പുറത്തോട്ട് പോകുന്നെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ പോയിട്ട് വന്നപ്പോൾ എന്നോട് കുറേ നാളായിട്ട് ചേട്ടൻ പറയുന്നത് അവിടെ ഒരു പ്ലാവിൻ്റെ തൈ മാവിൻ്റെ തൈ വാങ്ങി വെക്കാനേ. അപ്പം അമ്മ ഇപ്പോൾ ഉണ്ടല്ലോ, അമ്മ പറഞ്ഞ് നീ വാങ്ങിക്കൊണ്ട് വാ, ഞാൻ കുഴിച്ച് വെക്കാമെന്ന് പറഞ്ഞേ. അങ്ങനെ ഞാൻ പോയിട്ട് വന്നപ്പോൾ വാങ്ങിയതാണ് ഇത് ഒരു തൈക്ക് എന്തോ 300 രൂപയാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് ചുമന്ന ചക്ക ഉണ്ടല്ലോ, ചുമന്ന ചക്ക ഉണ്ടാവുന്ന ഇതും ഉണ്ടായിരുന്നേ. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അങ്ങനെ ഇത് വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ അവിടെ എന്തോ മുളക് തൈ, വഴുതന അതൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ 2 ഇത് അപ്പോൾ ഇത് വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ അമ്മ പറയും നിന്നെ പറ്റിച്ചതാ ഇത് മറ്റേ പെട്ടെന്ന് കായ്ക്കുന്നതൊന്നും അല്ല, ഇത് കണ്ടിട്ട് നമ്മുടെ സാധാ പ്ലാവിൻ്റെ ഇത് ചക്ക പോലെയൊക്കെ ഉണ്ട്. അതിലൊരു ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്തോന്ന് വിയറ്റ്നാം ജാക്ക് ഫ്രൂട്ട് എന്ന് കണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അമ്മ വഴുതന കുഴിച്ച് വെച്ച്, ഞാൻ വെച്ചാൽ ഒന്നും ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ, ഞാൻ നട്ടാലും ഉണ്ടാവോ ഇല്ലേന്നോ നോക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഞാനൊരു കുഴി എടുത്ത്, സ്വന്തമായിട്ടൊരു കുഴി എടുത്ത്. അമ്മ പറഞ്ഞിട്ട് ഇത് സൈഡ് വരെ വെട്ടി കൂട്ടാനായിട്ട് അങ്ങനെയൊക്കെ വെട്ടി അവിടെ കല്ലൊക്കെ ആയിരുന്നു, എങ്ങനെയെങ്കിലും വെട്ടി ഞാൻ പിന്നെ ഒരു വഴുതന അങ്ങ് കുഴിച്ച് വെച്ചു. അതല്ല മക്കളെ, വേറൊരു അത്ഭുതം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ലോക പരിസ്ഥിതി ദിനമല്ലേ. ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നുമല്ല വാങ്ങിക്കൊണ്ട് വന്നത് കേട്ടോ. പക്ഷേ എന്തോ ഇന്ന് അങ്ങനെ ആയിപ്പോയി. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. എന്തായാലും നല്ല കാര്യം തന്നെ. ഞങ്ങൾ ഇന്ന് ചെടിയൊക്കെ കുഴിച്ച് വെച്ചിട്ടു. ഇത് ഞാൻ വെച്ചത് വഴുതനയാണ്. ഞങ്ങൾ പിന്നെ അബി വരാൻ വേണ്ടി കാത്തിരുന്നു പ്ലാവ് വെക്കാനായിട്ട്. അബി വെച്ചാൽ എല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നതല്ല, അബി വെച്ചാൽ എല്ലാം ഉണ്ടാകും കേട്ടോ. അങ്ങനെ പിന്നെ അവൻ വന്നതിന് ശേഷമാണ് അവനാണ് പ്ലാവ്. പിന്നെ അവനെ കൊണ്ടുപോയി വാങ്ങിക്കാത്തതിൻ്റെ കുറേ കമൻസ് ഒക്കെ ഞാൻ കേട്ടോ. അമ്മയെ പറ്റിച്ചതാണ്, ഇതെന്തോന്ന് വളഞ്ഞു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് സാധാ പ്ലാവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അനുവാണെങ്കിൽ അതിനിടയ്ക്ക് അതിലൊരു ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, അതെടുത്ത് നോക്കിയിട്ട് സാധാ ചക്ക എന്ന് എഴുതി വെച്ചേക്കുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടോ. ആയാലും കുഴിച്ച് വെച്ചു. ഇത് പെട്ടെന്ന് കായ്ക്കുമെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം പെട്ടെന്ന് കായ്ക്കില്ല. ഇത് പിന്നെ അബിക്ക് കുഴിച്ച് വെക്കണം. അബിക്ക് പിന്നെ ഒരു ബഹളം തന്നെ. പിന്നെ അബിയും ബാക്കി മുളകൊക്കെ കുഴിച്ച് വെച്ച് കേട്ടോ. പ്ലാവ് വെക്കാനുള്ള കുഴിയൊക്കെ എടുത്തത് അമ്മയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കയറിയിട്ട് പിന്നെ പാൽ നോക്കിയപ്പോൾ പാലില്ലായിരുന്നു. പിന്നെ തേയില ഇട്ടിട്ട് ഞങ്ങൾ അങ്ങ് കാപ്പിയൊക്കെ കുടിച്ചു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ടാറ്റ ബൈ ബൈ, സീ യു.